യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാണ്. പശ്ചിമ ബംഗാളിലെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ താരമുഖമാണ്. പ്രസംഗത്തിനിടെ യോഗി ആദിത്യനാഥ് നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശം വലിയ രീതിയിൽ ചർച്ചയാവുന്നു. यूपी में सड़कों पे नमाज नहीं पढ़ी जाती है. यूपी में मस्जिदों से अजान की आवाज नहीं आती है. यूपी में तो एक ही नारा गूंजता है, न गौ माता को कटने देंगे, न हिंदुओं को बटने देंगे. ഉത്തർപ്രദേശിൽ ജനങ്ങൾ റോഡരികിൽ നമസ്കരിക്കാറില്ല, നിസ്കരിക്കാറില്ല. അസാൻ ബാങ്ക് വിളികൾ പള്ളികളിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് ഉയരാറില്ല. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ആ കേട്ടത്. തുറന്ന വേദിയിൽ അപരമത വിദ്വേഷമാണ് പറയുന്നത്. അതും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന പശ്ചിമ ബംഗാളിൽ. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് അവസാനിക്കുക ഈ മാസം ഏപ്രിൽ 29-നാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാ നേതാക്കൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണ്. ഈ കാണുന്നത് പെരുമാറ്റച്ചട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും പാലിക്കേണ്ട ചട്ടങ്ങളാണ്. മൂന്നാമത്തെ ചട്ടം നോക്കൂ. There shall be no appeal to caste or communal feeling for securing votes. അതായത് വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒരു മതത്തെയും ഒരു ജാതിയെയും ഒരു വിഭാഗങ്ങളെയും പ്രീണിപ്പിക്കരുത്. അടുത്ത വരി, ചർച്ചസ്, ടെമ്പിൾസ് or other places of worship shall not be used as forum for election propaganda. പള്ളികൾ, അമ്പലങ്ങൾ, അങ്ങനെ ഒരു ആരാധനാലയവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. കൃത്യമായി ഇതാ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ നഗ്നമായ ലംഘനം നടക്കുകയാണ്. എവിടെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടോ?